എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഫ്രീ പ്രിലിംസിലോട്ടുള്ള റിവിഷൻ ക്ലാസ്സിന്റെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഒന്നാമത്തെ ക്ലാസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾക്കറിയാം ആർട്ട് ആൻഡ് കൾച്ചർ നമുക്ക് 5 ക്ലാസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്ലാസ് ഓൾറെഡി നമ്മൾ ഇന്നലെ കഴിഞ്ഞു. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അതുണ്ട് കാണാം. രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ഇത് കൂടാതെ ഇപ്പൊ നമ്മൾ റിവിഷൻ അല്ലെങ്കിൽ പ്രിലിംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മളിപ്പോ ഈ ചെയ്യുന്ന സബ്ജക്റ്റിന്റെ റിവിഷൻ ക്ലാസ്. അപ്പൊ നമ്മൾ ഓരോ സബ്ജക്റ്റ് ഓരോ ഇത്ര ദിവസം കൊടുത്തുകൊണ്ട് എല്ലാ സബ്ജക്റ്റും അതിന്റെ ഭാഗമായിട്ട് നടന്നു പോകുന്നുണ്ട്. കൂടാതെ വിഷന്റെ പൊളിറ്റി കറണ്ട് അഫയേഴ്സ് ഇയർലി കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പൊളിറ്റിയുടെ ഫസ്റ്റ് വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ MP ടോക്സ് എന്നുള്ള ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് കാണണം. കറണ്ട് അഫയേഴ്സ് ഇതിന്റെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓരോ സബ്ജക്റ്റിനും കറണ്ട് അഫയേഴ്സ് വരും. ആർട്ട് ആൻഡ് കൾച്ചറിനൊക്കെ കറണ്ട് അഫയേഴ്സ് വരും കേട്ടോ. വിഷൻ ഇയർലി PT 365 ബേസിലെ ക്ലാസ് പോകുന്നത് അത് കാണുക. ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഫസ്റ്റ് ക്ലാസ് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ നോക്കുക. അതിൽ തന്നെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് ആയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് അത് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല കാണാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പം ഓരോ പ്ലേലിസ്റ്റിലേക്ക് എന്താണ് ഇവിടെ നോക്കുക, ആർട്ട് ആൻഡ് കൾച്ചർ പ്ലേലിസ്റ്റിൽ ഒരു വീഡിയോ, രണ്ടാമത്തെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ചെയ്തത് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് അങ്ങനെ ഓരോന്നായിട്ട് അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിസാറിന്റെ ക്ലാസ്സുകളൊക്കെ ഒരു മുമ്പത്തെ കഴിഞ്ഞ വർഷം ഇട്ട ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ ഏകദേശം നമുക്ക് 704ഓളം വീഡിയോ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ വർഷത്തേതിൽ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ആർട്ട് ആൻഡ് കൾച്ചർ ആണ്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതില് നമ്മൾ ഇന്ത്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് ഇൻഡസ് വാലി ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ആർട്ട് ഓഫ് മൗര്യൻ പീരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് പോസ്റ്റ് മൗര്യൻ പീരീഡും പിന്നെ ടൈം കിട്ടുകയാണെങ്കിൽ ടെമ്പിൾ ആർക്കിടെക്ചറിലോട്ടാണ് നമ്മൾ ഇന്ന് കിടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് ഇന്ന് നോക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ ക്ലാസ് നിർത്തിയിട്ട് മുമ്പത്തെ ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആ ഒരു ഓർഡറിൽ കാണുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് പോസ്റ്റ് മൗര്യൻ പീരീഡ് ആണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഇതിന്റെ കൂടൊക്കെ ഈ പ്രിലിംസ് വരെയും അല്ലെങ്കിൽ ഇതിനുള്ള പ്രിപ്പറേഷൻ മൊത്തം നിങ്ങൾക്ക് ഒരു മെന്റർ സഹായത്തോടു കൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് മെന്റർഷിപ്പ് ജോയിൻ ചെയ്യാം. വേണമെങ്കിൽ പ്രിലിംസ് വരെ ഉണ്ട്. അത് ഏറ്റവും നല്ലത് 1 ഇയറിലോട്ടുള്ള മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ്സുകളോ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ആയിട്ടോ ഒക്കെ പഠിച്ച് അതിന്റെ കൂടെ നിങ്ങളെ പഠനം മോണിറ്ററിങ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകുന്ന പ്രോഗ്രാമാണ്. പ്രിലിംസിലോട്ടും മെയിൻസ് ഒക്കെ ക്ലിയർ ചെയ്യിക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും. താല്പര്യമുള്ള ആളുകൾ ഇവിടെ നമ്പറുമായിട്ട് 8590840250 എന്നുള്ള നമ്പറിലോട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾ കംപ്ലീറ്റ് പ്രോഗ്രാം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് PCM എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. ഏറ്റവും ബേസിക് ആയുള്ള NCERT മുതൽ തുടങ്ങിയിട്ട് പ്രിലിംസ് മെയിൻസ് വരെ കവർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. താല്പര്യമുള്ള ആളുകൾക്ക് ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഞാൻ പറഞ്ഞു, ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്കിലുമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോവാ. ഓക്കെ, അല്ലാതെ ഫുൾ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്, അതിന്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടാവുക. പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുമ്പോൾ മൗര്യൻ കാലഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കി കോർട്ട് ആർക്കിടെക്ചർ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പോപ്പുലർ ആർക്കിടെക്ചർ എന്ന രൂപത്തിൽ കോർട്ടിന്റെ ബേസിൽ അല്ലെങ്കിൽ പാലസിന്റെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടി ഉണ്ടാക്കിയ ആർക്കിടെക്ചറും ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ അതെല്ലാം ജനങ്ങളുടെ മുൻകൈ എടുത്തിട്ടു. ഇനി പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറഞ്ഞാൽ മൗര്യൻ കാലഘട്ടത്തിന് ശേഷം. മൗര്യൻ കാലഘട്ടം എന്ന് പറയുന്നത് മൗര്യൻ പീരീഡ് എന്ന് പറയുമ്പോൾ അശോകനും ഒക്കെ അടങ്ങുന്ന ആ വലിയ മൗര്യൻ പീരീഡ് അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓൾ ഇന്ത്യ എംപയർ ആക്കി ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നു. പക്ഷെ മൗര്യന്റെ തകർച്ചയ്ക്ക് ശേഷം ഇവിടെ പല റീജിയനിലും എന്ത് ചെയ്യുന്നുണ്ട്, പല പല ചെറിയ ചെറിയ കിങ്ഡംസ് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരുപാട് എംപയേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ശുങ്കാസ്, കൻവാസ്, കുഷാനാസ്, ഗുപ്താസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. സൗത്ത് ഇന്ത്യയിലേക്ക് പോവാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ശതവാനാസ്, അതുപോലെ തന്നെ അഭിരാസ്, വഗാഡകാസ്, ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ഇവരെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നമുക്ക് പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിൽ ആർക്കിടെക്ചറിനും ആർട്ടും നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ട കാര്യങ്ങൾ, ഒന്ന്
ആർക്കിടെക്ചർ. ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മളിപ്പം മുമ്പ് ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ തന്നെ, റോക്കറ്റ് കേവ്സുകളും സ്തൂപാസ് ഒക്കെ അവർ തുടരുന്നുണ്ട്. പക്ഷെ അത്ര അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ കാണുന്നത് മൗര്യൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ കാലഘട്ടത്തിൽ പോസ്റ്റ് മൗര്യയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്കൾപ്ചറിന്റെ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അത് ഭയങ്കര, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്കൾപ്ചർ 3 സ്റ്റൈലാണ് ഈ സമയത്ത് ഉയർന്നു വരുന്നത്. ഗാന്ധാര, മധുര, അമരാവതി, ഇങ്ങനെ 3 സ്റ്റൈൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് നോക്കണം. ഓക്കെ, അപ്പൊ ആർക്കിടെക്ചർ എന്നുള്ള രൂപത്തിൽ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോരാൻ റോക്കറ്റ് കേവ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ചൈത്യ, വിഹാര എന്നുള്ള 2 സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ആവുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് ചൈത്യ, എന്താണ് വിഹാര എന്ന് പറഞ്ഞിരുന്നു. ചൈത്യയും വിഹാരയും എന്നുള്ള ഡിഫറൻസ് നോക്കിയാണ്. വിഹാര എന്ന് പറയുമ്പോൾ വിഹരിക്കുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് അവരുടെ റെസിഡൻഷ്യൽ ഹാൾ ആണെങ്കിൽ വിഹാര, ചൈത്യ എന്ന് പറയുമ്പോൾ അവരുടെ പ്രയർ ഹാൾ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഒരുപാട് ചൈത്യാസ് ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഒന്ന് കർലെ ചൈത്യ. കർലെ എന്ന് പറയുന്നത് ശതവാഹനാസാണ് ഉണ്ടാക്കുന്നത്. ബിഗ്ഗസ്റ്റ് റോക്കറ്റ് ചൈത്യൻ WOKR ആണ്. അതാണ് ഇതിന്റെ പിക്ചർ. നല്ല അടിപൊളി അല്ലേ, ഒരു പ്രയർ ഹാള്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഒരു കേവ് ആണ് ഉദയഗിരി, കാന്തിഗിരി കേവ്സ്. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണ്, ഉദയഗിരിയും കാന്തിഗിരിയും. അതാണ് ഈ പിക്ചറിൽ കാണുന്നത് കേട്ടോ. ഉദയഗിരി ആൻഡ് കാന്തിഗിരി കേവ്സ് നോക്കുകയാണെങ്കിൽ അത് ആരുടെ സമയത്താണ് ഉണ്ടാക്കുന്നത്? കിങ് കരവേലന്റെ സമയത്താണ് ഉണ്ടാക്കുന്നത്. 1st and 2nd സെഞ്ചുറി BC സമയത്താണ് ഉണ്ടാക്കുന്നത് അറിഞ്ഞിരിക്കുക. നാച്ചുറലും മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് കേവ്സിൽ കാണാൻ പറ്റും. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കേവിന്റെ ഒരു എന്തിനാണ് ഫേമസ് ആയിട്ടുള്ള അറിയാം? ഹത്തിക്കുംബ ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഹത്തിക്കുംബ ഇൻസ്ക്രിപ്ഷൻ ആണ് ബ്രാഹ്മി സ്ക്രിപ്റ്റിലാണുള്ളത്. ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് ഫേമസ് ഇൻസ്ക്രിപ്ഷൻസ് നമ്മൾ നോക്കാറുണ്ട്. അതിൽ ഹത്തിക്കുംബ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ജെയിൻ മോങ്കിന്റെ കേവ്സ് ആയിട്ടൊക്കെയാണ് ഇത് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ ഡെക്കറേറ്റർ ആണ് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിൽ ഹത്തിക്കുംബയും കരവേലയും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു കേവ്സ് ഉദയഗിരി, കാന്തിഗിരി കേവ്സുമായിട്ട് അറിയേണ്ടത് 1st and 2nd സെഞ്ചുറി BC-യിലാണ്. പിന്നെ മറ്റൊരു കേവ് ഉണ്ടായിരുന്നത് കൻഹേരി കേവ്സ്. ഇതൊക്കെ ഉണ്ടോ, പാറയിൽ കൊത്തിവെച്ചതാണ് ഇതൊക്കെ. അത്രയും അടിപൊളിയാണ് അവരുടെ ആ ലെവൽ ആർക്കിടെക്ചർ ഡെവലപ്മെന്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. കൻഹേരി കേവ്സ് എന്ന് പറയുന്ന റോക്കറ്റ് മോണുമെന്റ്സ് തന്നെയാണ്, ബുദ്ധിസ്റ്റ് സ്കൾപ്ചർ ആണ്, മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പില്ലാറും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഏത് ചൈത്യ അല്ലെങ്കിൽ വിഹാര എന്നൊക്കെ പറയുന്ന കേവുകൾ. രണ്ടാമത്തെ ഈ സമയത്ത് ഡെവലപ്പ് ആവുന്ന മറ്റൊരു സാധനം ഞാൻ പറഞ്ഞു സ്തൂപയാണ്. സ്തൂപ മൗര്യന്റെ സമയത്തുണ്ട്. അതൊന്നുപാടെ എന്ത് ചെയ്യുന്നുണ്ട്, ലാർജർ ആയിട്ട് മാറുന്നുണ്ട്, കൂടുതൽ ഡെക്കറേറ്റീവ് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വുഡും ബ്രിക്കിനും പകരമൊക്കെ സ്റ്റോൺ ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. ശുങ്കാസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹെല്ലനിസ്റ്റിക് ഫീച്ചർ ഒക്കെ ഉപയോഗിച്ച്, അപ്പൊ ഒരു എന്താ പറയാ ഗ്രീക്ക് ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ശുങ്കാസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തോരണാസ് എന്ന് പറയുന്ന എൻട്രൻസിന് പറയുന്ന പേരാണ്, അത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് 1-2 എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഒന്ന് ബർഹട്ട് സ്തൂപ. ഇതാണ് ബർഹട്ട് സ്തൂപ കണ്ടോ. അതിന്റെ ഈ തോരണ എന്ന് പറയുന്ന സാധനമാണിത്. ഈ ഒരു എൻട്രൻസ് ഇതാണ് തോരണ. അപ്പൊ അതൊക്കെ ഒരു ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെല്ലനിസ്റ്റിക് സ്റ്റൈലിലൊക്കെ ആക്കുന്നുണ്ട്. ബർഹട്ട് സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നെറേറ്റീവ് സ്റ്റോറീസ്, ജാതക സ്റ്റോറീസ് ഒക്കെ നെറേറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ക്യൂൻ മായാദേവി ഡ്രീം, ജാതക സ്റ്റോറി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. ഓരോരോ സ്റ്റോറീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തോരണയിലൊക്കെ കുത്തിവെക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ബർഹട്ട് സ്തൂപ പറയാം. പിന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് സാഞ്ചി സ്തൂപ. സാഞ്ചി ഫേമസ് ആയിട്ടുള്ള സ്തൂപയാണ്. സാഞ്ചി സ്തൂപന്റെ ഡെവലപ്മെന്റ് ചെയ്യുന്നതിന്റെ ഒരു അടുത്തൊരു ഫേസ് ഡെവലപ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ, അറിഞ്ഞിരിക്കാം. പിന്നെ പ്രദക്ഷിണ പാതയും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവുന്നുണ്ട്. അതും ഈ വേദികയിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേദിക വരുന്നുണ്ട്. ഡെക്കറേറ്റ് ചെയ്യുന്ന തോരണാസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് സാഞ്ചി എന്നാണ് നമ്മള് അശോക ലാൻഡ് ക്യാപിറ്റൽ ഒക്കെ കിട്ടുന്നത് ഇവിടുന്നാണ്. അതാണ് നമ്മളെ പിന്നീട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാഷണൽ എംബ്ലം ആയിട്ടൊക്കെ നമ്മൾ മാറ്റുന്നത് ഇതാണ്. ഓക്കെ, ശരി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ സ്കൾപ്ചർ ആണ്. സ്കൾപ്ചർ വളരെ ഫേമസ് ആണ്. സ്കൾപ്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇപ്പം ഈ നടരാജ സ്കൾപ്ചറുകൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഞാൻ അതിന്റെ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. ഇത് മെയിൻ ആയിട്ട് അവരുണ്ടാക്കിയ ബുദ്ധിസം ആയിരുന്നു. ബുദ്ധന്റെ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ചെറിയ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ. അപ്പൊ അത് ഈ 3 സ്റ്റൈലും നമുക്ക് കമ്പയർ ചെയ്ത് തന്നെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ് മൗര്യനിൽ സ്കൾപ്ചർ ആണ്. 3 സ്റ്റൈലാണ് പേരറിയപ്പെടുന്നത്: ഗാന്ധാര, മധുര, അമരാവതി. ഓരോ സ്ഥലങ്ങളിൽ എവിടെ ഡെവലപ്പ് ആയി നോക്കിയിട്ടുള്ള ഒരു പേരാണ് ഈ പേര് കൊടുത്തത്. ഓക്കെ,
അപ്പൊ അതിൽ ഗാന്ധാര സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഹെലനിസ്റ്റിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഗ്രീക്ക് ഫീച്ചർ. ഗാന്ധാര എന്ന് പറയുമ്പോൾ ഒന്നും കൂടി നമ്മുടെ സ്ഥലം നോക്കിയൊക്കെ എവിടെയെന്ന് അറിയാം. പിന്നെ അതുപോലത്തെ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലാണ്. ഇപ്പൊ ഇന്ത്യന്റെ ഒന്നുപാടെ നോർത്ത് വെസ്റ്റ് ആയിട്ടാണ് നമ്മളിപ്പം പഞ്ചാബ് ആ റീജിയൻ കടന്നിട്ട് ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആ റീജിയനിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ റീജിയനിലാണ് പൊതുവെ എന്ത് ചെയ്യുന്നത് ഇത് കാണുന്നത്, നോർത്ത് വെസ്റ്റ്. അപ്പൊ അവിടുന്ന് കുറച്ചുകൂടി അടുത്താണ് ഏത് യൂറോപ്പൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. അതാണ് നോർത്ത് വെസ്റ്റിലാണ് കാണപ്പെടുന്നത്. പക്ഷെ അത് മധുര എന്ന് പറയുന്നത് UP-യിലുള്ള മധുര നോർത്ത് ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്, മധുര റീജിയനിൽ. സൗത്തിലെ മധുരയല്ല കേട്ടോ. അമരാവതി എന്ന് പറയുന്നത് നമുക്കറിയാം ഡെക്കാൻ റീജിയനിൽ, കൃഷ്ണ ഗോദാവരി ഡെൽറ്റന്റെ അവിടെ ആന്ധ്രാപ്രദേശ് ആ റീജിയനിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഒന്നാമത്തെ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഹെലനിസ്റ്റിക്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മധുര റീജിയനിലെ വെസ്റ്റേൺ ഇന്ത്യയിലാണ് ഗ്രീക്ക് ഫീച്ചർ, ഗ്രീക്ക് ആർട്ട് ഫീച്ചർ അല്ലെങ്കിൽ ഹെലനിസ്റ്റിക് ഫീച്ചേഴ്സിന് ഇൻഫ്ലുവൻസ് ഇതിൽ ഉണ്ട്. അപ്പൊ വെസ്റ്റ് പുറത്തുള്ള ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് കാണാൻ പറ്റുന്നതാണ് ഗാന്ധാര. മധുരയിലാണെങ്കിൽ ഉണ്ടോ, മധുരയും അമരാവതി രണ്ടും ഇൻഡിജീനിയസ് ആണ്. ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഫീച്ചറാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുക. പിന്നെ ഗാന്ധാര ഗ്രീക്ക് ഇങ്ങനെ ആലോചിച്ചായിട്ടോ, ഗ്രീക്കിന് ഇൻഫ്ലുവൻസ്. രണ്ടാമതൊരു ജി വരുന്നതെന്ന് വെച്ചാൽ ഗ്രേ സാൻഡ്സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത്. ഗ്രേ സാൻഡ്സ്റ്റോൺ ഏത് ഗാന്ധാരയിൽ. ഇവിടെ അതിനായിട്ട് റെഡ് സാൻഡ്സ്റ്റോൺ ആണ്. അമരാവതിയിലാണെങ്കിൽ മാർബിൾ ആണ്, വൈറ്റ് മാർബിൾ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഗാന്ധാരയിൽ മെയിൻലി ബുദ്ധിസ്റ്റ് ആണ്. മധുരയിൽ എല്ലാവരും ഉണ്ട്. മധുര ഉണ്ടാവും എല്ലാവരും ഉണ്ടാവുമ്പോഴല്ലേ, അതാലോചിച്ചാൽ മതി. ബുദ്ധിസവും ജൈനിസവും ഹിന്ദുയിസവും ഒക്കെ അതിൽ കാണാൻ പറ്റും. അമരാവതി മെയിൻലി ബുദ്ധിസ്റ്റ് ആണ്. പിന്നെ ആരാണ് ഇത് കൂടുതൽ സപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്, അല്ലെങ്കിൽ പാട്രണൈസ് ചെയ്ത ആരാണ്? കുഷാനാസ് ആണ് ഇതിനെ പാട്രണൈസ് ചെയ്യുന്നത് ഗാന്ധാരനെ. മധുരനെയും കുഷാനാസ് ആണ്. അമരാവതി ശതവാഹനാസ് ആണ്. അമരാവതിയിലേക്ക് വാഹനത്തിൽ പോയി ആലോചിച്ചാൽ മതി, ശതവാഹനാസ്. മെയിൻ ആയിട്ട് കാണപ്പെടുന്ന ബുദ്ധിസ്റ്റ് ആണ്. ബുദ്ധന്റെ സ്പിരിച്വൽ ബുദ്ധിയാണ് നമുക്ക് ഇവിടെ കൂടുതൽ കാണാൻ പറ്റുക ഏത് ഗാന്ധാരയിൽ. ഇവിടെ ഡിലൈറ്റഡ് ബുദ്ധിയാണ് കാണാൻ പറ്റുക. ഇവിടെ മെയിൻലി ബുദ്ധന്റെ ജാതക സ്റ്റോറീസ് ആണ് അമരാവതി സ്റ്റൈലിൽ കാണപ്പെടുന്നത്. പിന്നെ അതിന്റെ ബുദ്ധന്റെ കുറച്ച് ഫീച്ചേഴ്സാ പറയുന്നത് കേട്ടോ. ബിയേഡ് ഒക്കെ ഉള്ള ബുദ്ധയാണ് കാണാൻ പറ്റുക. ഇവിടെ ബിയേഡ് ഇല്ലാത്ത ബുദ്ധയാണ് മധുരയിൽ. ലീൻ ബോഡിയാണ്. ഇവിടെ സ്ട്രോങ് ബോഡിയാണ് കാണാൻ പറ്റുക. സീറ്റഡ് ആയിട്ടും സ്റ്റാൻഡിങ് മുതലുണ്ട്. ഇവിടെ കൂടുതലും സീറ്റഡ് ആണ്. അതുപോലെ തന്നെ ഐസ് ഒക്കെ ഹാഫ് ക്ലോസ്ഡ് ആണ്. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഐസ് ആണ് കാണാൻ പറ്റുക. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും അതിനുണ്ട്. അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇതാണ് മധുരയും ഇതാണ് ഗാന്ധാര സ്റ്റൈൽ ഉണ്ടോ. അതുപോലെ ഹെലനിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്റ്റൈലാണ് മധുര. ഇതാണ് ഇത് അമരാവതിയിലുണ്ടോ, ജാതക സ്റ്റോറീസ് ഒക്കെ വൈറ്റ് മാർബിൾ ഡെപ്പിക്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ ഈ മൂന്ന് സ്റ്റൈലും കമ്പയർ ചെയ്ത് മനസ്സിലാക്കി വെക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വിട്ടുപോകരുത്. ഗാന്ധാര ചില എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് ഇത് മധുരയാണോ ഗാന്ധാരയാണോ അമരാവതി സ്റ്റൈലാണോ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. അതാണ് അതിൽ അറിയേണ്ടത് പിക്ചർ സഹിതം. ഇനി ചില എക്സാമ്പിൾസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ബോധ്ഗയെന്ന് കിട്ടിയിട്ടുള്ള, സോറി ബുദ്ധന്റെ റെഡ് കിട്ടിയിട്ടുണ്ട് ടാക്സിലെ എന്നാണ്. 2nd സെഞ്ചുറി കീസ് കിട്ടുന്ന ഒരു കുഷാന പീരീഡ് കിട്ടുന്നതാണ്. ഇതും ഒരു ഗ്രീക്കോ റോമൻ പീരീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഒരു ഹെലനിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കുഷാന പീരീഡ് കിട്ടുന്നതാണ്. പിന്നെ മധുരയിൽ തന്നെയുള്ള ബുദ്ധന്റെ സീറ്റഡ് ബുദ്ധയും അതുപോലെ തന്നെ സീറ്റഡ് ബുദ്ധ സാരനാഥിലും ഉണ്ട്. അത് രണ്ടും കമ്പയർ ചെയ്തൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, വായിച്ചു പോവാ, അത്രേ വേണ്ടിയുള്ളൂ രണ്ടും. പിന്നെ ഇവിടെ കൂടാതെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിസ്റ്റ് മോണ്യുമെന്റ്സ് കിട്ടുന്നുണ്ട്. അത് എവിടെയൊക്കെയാന്ന് നോക്കാം. അപ്പൊ അതിൽ വരുന്ന സ്റ്റൈലാണ് ബുദ്ധിസ്റ്റ് സ്റ്റൈൽ സൗത്ത് ഇന്ത്യയിൽ. സൗത്ത് ഇന്ത്യയിലും ബുദ്ധിസ്റ്റിന്റെ ആൾക്കാർ ഇതൊക്കെ വരുന്നുണ്ട്. അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ആന്ധ്രാപ്രദേശും അവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചില സ്തൂപാസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ചില പല സൈറ്റുകൾ അമരാവതിയിലായാലും അതുപോലെ തന്നെ നാഗാർജുന കൊണ്ട, ഗോളി ഇങ്ങനത്തെ സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമരാവതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മഹാചൈത്യാസ് കാണാൻ പറ്റും, സ്കൾപ്ചേഴ്സ് ഉണ്ട്. അമരാവതി സ്തൂപയില് പ്രദക്ഷിണ പാത ഉണ്ട്. ഓക്കെ, എൻക്ലോസ് വിത്ത് വേദികയാണ്. അങ്ങനെ ഒരുപാട് ബുദ്ധന്റെ നരേറ്റീവ് സ്റ്റോറീസ് ഒക്കെ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സൈറ്റ് ആണ് ഈ ഒരു ഗുണ്ടപ്പല്ലെ, ഒരു റോക്കഡ് കേവ് ആണ് എല്ലൂരിലുള്ള ഒരു സൈറ്റ്. ഓക്കെ, എക്സാമ്പിൾസ് ഒക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതേ സമയത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ ചില ട്രഡീഷൻസ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നത്, 3 ആർക്കിടെക്ചറൽ ടൈപ്സ് കാണാൻ പറ്റും. ഒന്ന് വോൾട്ട് റൂഫ്ഡ് ചൈത്യ ഹാള് കാണാൻ പറ്റും, അജന്തയിലൊക്കെ കാണുന്നത്. വോൾട്ട് റൂഫ് പില്ലാർഡ് ഹാള് കാണാൻ പറ്റും, പില്ലാർലെസ് ഹാള് കാണാൻ പറ്റും. ഫ്ലാറ്റ് റൂഫ്ഡ് ക്വാഡ്രാങ്കുലർ ഹാള് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് അത്തരത്തിലുള്ള വെസ്റ്റേൺ ഇന്ത്യയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് സാധനം എന്ന് പറയുന്നത് ഈ അജന്തയും എല്ലോറ കേവ്സും. അത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി വെക്കണം. അതാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അജന്ത
അതിന് നമുക്ക് ഈ ഒരു കേവ് ട്രഡീഷനിൽ വെസ്റ്റേൺ ഇന്ത്യയിൽ ഒരുപാട് കേവ് ട്രഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഈ 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അജന്ത, എല്ലോറ, എലിഫന്റ. ഈ 3 കേവ്സും ഞാനിപ്പം ഇപ്പൊ നേരത്തെ നമ്മൾ ഗാന്ധാര, മധുര അത് സ്റ്റൈൽ പറഞ്ഞില്ല, അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് പ്രാവശ്യം UPSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് കമ്പയർ ചെയ്യാം. അജന്ത കേവ്സ്, എല്ലോറ കേവ്സ് അടുത്തടുത്ത് വരുന്ന കേട്ടോ. രണ്ടൊരു പിക്ചർ കമ്പയർ ചെയ്തുകൊണ്ട് പോകാൻ. ഇതാണ് അജന്ത കേവ്സ്, ഇതാണ് എല്ലോറ കേട്ടോ. എല്ലോറയിൽ എല്ലാവരും ഉണ്ട് ആലോചിക്കുക. ഇത് എല്ലോറ, അജന്ത രണ്ടും അടിപൊളി കേവ്സ് അല്ലേ. ഇപ്പം പാറ തുറന്നുണ്ടാക്കിയതാണ് ജനങ്ങള്. ഇത് യുനെസ്കോ സൈറ്റ് ആണ്, ഇത് യുനെസ്കോ സൈറ്റ് ആണ്, അറിഞ്ഞിരിക്കുക. 1983 സൈറ്റ് ആവുന്നത്. മറ്റേതും ഏകദേശം ആ സമയത്ത് തന്നെയാണ്. ഇതുള്ളത് എന്ന് പറയുന്നത് റോക്കഡ് കേവ്സ്, സഹ്യാദ്രി റേഞ്ച് നമ്മുടെ വെസ്റ്റേൺ ഘട്ടിലാണുള്ളത്. എവിടെയാണ്? വഗോറ റിവർ. ഇവർ നോട്ടി നിൽക്കണേ. വാഗോറ റിവറിന്റെ അടുത്താണുള്ളത്. ഔറംഗാബാദ്, മഹാരാഷ്ട്ര. ഓക്കെ, വാഗോറ. വേഗം വാ, അജന്തയിലേക്ക് വേഗം വന്നാലോ ചെയ്യും. വാഗോറ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? 29 കേവ്സ് ഉണ്ട്, 4 ചൈത്യാസും ഉള്ളത്. ഏകദേശം ഒരു 200 BC മുതൽ 650 AD വരെ. അപ്പൊ കുറച്ച് പഴക്കമുള്ളതാണ് അല്ലെ. 200 BC മുതലാണ് ഇത് ഉണ്ടാക്കിയുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അതുപോലെ ഓൺലി സർവൈവിങ് എക്സാമ്പിൾ പെയിന്റിങ് ഫസ്റ്റ് സെഞ്ചുറിയിലുള്ള പെയിന്റിങ് ഇപ്പൊ അവിടെ മാത്രമേ ഉള്ളൂ സർവൈവിങ് ആയിട്ടുള്ളത്. നമുക്ക് അവിടെയാണ് കാണാൻ പറ്റുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചൈനീസ് ട്രാവലർ ഫായിയാനും ഹിയാൻസാങ്ങിന്റെ ഒക്കെ മെൻഷൻസ് ഇതിൽ കാണുന്നുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരെ എഴുത്തിൽ. അവര് പ്രധാനമായിട്ടും ബുദ്ധിസ്റ്റിന് വേണ്ടിയുള്ളതാണത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കേവ്സ് ഉണ്ട്. ഗുപ്താസ് സമയത്ത് മീനയാന, മഹായാന, അങ്ങനെ എല്ലാവർക്കും അതിൽ കേവ്സ് കാണാൻ പറ്റും. അതാണ് ഏത്? അജന്ത. എല്ലോറയാണ് കണ്ടോ. എല്ലോറ എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 കിലോമീറ്റർ അപ്പുറത്താണ്. അജന്ത കേവിന്റെ 100 കിലോമീറ്റർ അപ്പുറം സഹ്യാദ്രി റേഞ്ചിൽ തന്നെ, മഹാരാഷ്ട്രനാണ്. 34ഓളം കേവ്സ് ഉള്ളത് ഇവിടെ. ഇവിടെ നോക്കി, ബ്രാഹ്മണിക്കലുണ്ട്, ബുദ്ധിസ്റ്റ് ഉണ്ട്, ജെയിനുണ്ട്. അപ്പൊ 3 റിലീജിയൻ ഉണ്ട്. അപ്പൊ മധുര, അജന്ത, എല്ലോറ. എല്ലോറ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. എല്ലാ റിലീജിയൻ ഉള്ളത് എല്ലോറയിലാണ് കേട്ടോ. ഇത് ഏകദേശം ഉണ്ടാക്കുന്ന 5 മുതൽ 11 സെഞ്ചുറി AD വരെയാണ്. അപ്പൊ ഇത് ഉണ്ടാക്കി ഒരുപാട് കാലം കഴിഞ്ഞാലേ ഇത് ഉണ്ടാക്കുന്നത്. എല്ലോറ ഫസ്റ്റ് സെഞ്ചുറി BC-യിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാലഘട്ടം മുന്നേണ്ടത്. ഓക്കെ, മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് യുനെസ്കോന്റെ സൈറ്റ് തന്നെയാണ്. 1953 തന്നെയാണ് ഇതും കിട്ടുന്നത് എന്നറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിലൊരു കേവ് ടെമ്പിൾ ഉണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൈലാസ്നാഥ് ടെമ്പിൾ. കേവ് നമ്പർ 16 ആ ടെമ്പിളാണ് നിങ്ങൾ ഈ ഫോട്ടോ കണ്ട്. പിന്നെ അജന്തയിൽ ഞാൻ പറഞ്ഞൊരു പെയിന്റിംഗ് ഉണ്ട്. പെയിന്റിംഗ് ഓൺലി ബുദ്ധിസ്റ്റ് പെയിന്റിംഗ് ആണ്. ഫ്രെസ്കോ പെയിന്റിംഗ് ഉപയോഗിച്ചൊക്കെ അവർ ആ ടെക്നിക്സ് ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രെസ്കോ എന്താണെന്ന് ഇപ്പൊ ഞാൻ അടിയിൽ പെയിന്റിംഗ് പറയുന്നുണ്ട്. അപ്പൊ പറയും കേട്ടോ, പെയിന്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരു പ്ലാസ്റ്റർ പോലെ സാധനമൊക്കെ തേച്ചിട്ട് അതിന് മുകളിൽ പെയിന്റ് അടിക്കുന്നതിന്റെ പറയുന്ന പേരാണ് സിമ്പിൾ ആയിട്ട്. സെൻട്രാലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് എലാബറേറ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്കതിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് പെയിന്റിങ്ങിന്റെ അന്നത്തെ പെയിന്റിങ്ങിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാൻ പറ്റും. ബ്ലൂ കളറിന്റെ ആബ്സെൻസ് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അതൊക്കെയാണ് അവിടുത്തെ പെയിന്റിങ്ങിന്റെ പ്രത്യേകത. എവിടെ? അജന്തയിൽ. അതിലൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ചില ബോധിസത്വാസ് നമുക്ക് കാണാൻ പറ്റും. ആ എല്ലോറയിലാണെങ്കിൽ 3 റിലീജിയനും കാണാൻ പറ്റും. 3 മറ്റേ ബുദ്ധിസം മാത്രമേ ഉള്ളൂ. എണ്ണൊന്നും വേണ്ട കേട്ടോ, ബ്രാഹ്മണിക്കൽ ഇത്ര അങ്ങനൊന്നും വേണ്ട, നമുക്ക് അറിഞ്ഞിരിക്കാം. പിന്നെ ഇവിടെയുള്ള ചില ബോധിസത്വയിൽ എക്സാമ്പിൾ ആണ് പത്മപാണി ബോധിസത്വ എന്ന് പറയും. ഒരു 5th സെഞ്ചുറിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കുക. ഈ പത്മപാണികളുള്ളത് അജന്തയിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മാരാവിജയ ഒരു അജന്ത കേവിലുള്ള മറ്റൊരു പിക്ചറാണ്. ഒരു സ്കൾപ്ചറൽ റെപ്രസെന്റേഷൻ ആണ് മാരാവിജയ എന്ന് പറയുന്നത് കേട്ടോ. മാരി അദ്ദേഹത്തിന്റെ ആർമിയും നിൽക്കുന്നതാണ്. ഓക്കെ, വിത്ത് ഹിസ് ഡോട്ടർ കാണുന്ന ആ ഒരു പിക്ചർ റെപ്രസെന്റ് സ്കൾപ്ചറൽ റെപ്രസെന്റേഷൻ പറയുന്ന പേരാണ് മാരാവിജയ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു ആർമി, മാരയുടെ ആർമിയാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ, ബുദ്ധനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ. അപ്പൊ ഈ മാരാവിജയ ഉള്ളതും അതുപോലെ തന്നെ പത്മപാണി ബോധിസത്വമുള്ളതൊക്കെ അജന്ത കേവ്സിലാണെന്ന് മനസ്സിലാക്കി വെക്കാം. അതാണ്. അതേപോലെ കൈലാസനാഥ ടെമ്പിൾ ഉള്ളത് എവിടെയാണ്? എല്ലോറയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ എല്ലോറയിൽ എല്ലാവരും ഉണ്ട്. ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം അതിലുണ്ട്. മറ്റേല് പറയുന്നത് മെയിൻ ആയിട്ട് ബുദ്ധിസം മാത്രമേ ഉള്ളൂ. ഏത്? അജന്തയിൽ. ഏറ്റവും ഫസ്റ്റത്തെ അജന്തയാണ്. രണ്ടും യുനെസ്കോ സൈറ്റ് ആണ്. അജന്ത ഫസ്റ്റ് സെഞ്ചുറി BC-യിലാണെങ്കിൽ മറ്റേ 5th സെഞ്ചുറി AD-യിലൊക്കെയാണ് വരുന്നത്. അത്രയും നൂറ്റാണ്ടുകൾ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പൊ സർവൈവിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് സെഞ്ചുറിയിൽ നിന്ന് വരുന്ന പെയിന്റിംഗ് അവിടെ മാത്രമേ ഉള്ളൂ. ഏത്? അജന്തയിൽ മാത്രം. അതാണ് ആ 2 കേവ്സ്. മറ്റൊരു കേവ് ആണ് എലിഫന്റ കേവ്സ്. എലിഫന്റ കേവ്സ് എന്ന് പറയുന്നത് മുംബൈയിലുള്ളത്. അത് ഷൈവൈറ്റ് ഫെയ്ത്തിന് വേണ്ടിയാണ് അത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, മനസ്സിലാക്കി വെക്കാം. എല്ലോറന്റെ കണ്ടംപററി ആണ്, അജന്തന്റെ അല്ല, എല്ലോറന്റെ കണ്ടംപററി ആണ്. ഏകദേശം ഒരു
ഗാരാപുരി കേവ്സ് ഒക്കെ ആണ് അതിൽ ലോക്കലി അറിയപ്പെടുന്നത്. 5th to 6th സെഞ്ചുറീസ് കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കാം. യുനെസ്കോന്റെ സൈറ്റ് തന്നെയാണ് അതും. യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളൊക്കെ നോക്കി വെക്കണം. ഇന്ത്യയിലുള്ള പുതിയ സൈറ്റുകൾ പ്രത്യേകിച്ച് നോക്കണം. പിന്നെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്കൾപ്ചർ ഉണ്ട്, ത്രിമൂർത്തി അല്ലെങ്കിൽ മഹേഷ് മൂർത്തി സ്കൾപ്ചർ ഉള്ളത് ഈ എലിഫന്റ കേവ്സിലാണ് കേട്ടോ, അറിഞ്ഞിരിക്കാം. മെയിൻ ശിവ ഫിഗർ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈസ്റ്റ്, ഇതൊക്കെ വെസ്റ്റിലാണ്. വെസ്റ്റിൽ അപ്പൊ വെസ്റ്റേൺ ട്രഡീഷണൽ കേവില് പറയുന്നതാണ് അജന്ത, എല്ലോറ, എലിഫന്റ കേവ്സ്. എലിഫന്റ മുംബൈയിലാണ്, മറ്റേ രണ്ടും മഹാരാഷ്ട്രയിൽ തന്നെയാണ്, ഔറംഗാബാദിന്റെ ഒക്കെ അടുത്തായിട്ട്. പിന്നെ ഈസ്റ്റേൺ ഇന്ത്യയിൽ കേവ് ട്രഡീഷൻ നോക്കുകയാണെങ്കിൽ ഈസ്റ്റേണിൽ ഒരുപാട് കേവ്സ് നമുക്ക് നേരിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് 4, ഒഡീഷ 4 കിട്ടിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ആണ് ഗുണ്ടപ്പല്ലെ, എല്ലൂരു ഡിസ്ട്രിക്റ്റിൽ ഗുണ്ടപ്പല്ലയിലുള്ള കേവ്സ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. മൊനാസ്ട്രീസും വിഹാര കേവ്സ് ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. സ്തൂബാസ് ഉണ്ട്, സർക്കുലർ ആയിട്ടുള്ള ഒരുപാട് സ്തൂബാസ് നമുക്ക് എന്തിട്ടുണ്ട് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അത് കൂടാതെ ഇന്ത്യയിലുള്ള ചില കേവ്സ് എക്സാമ്പിൾസ് മാത്രമാണ്. ബാഗ് കേവ്സ്, ബാഗ് റിവർ മധ്യപ്രദേശിന്റെ അടുത്താണുള്ളത്. ബുദ്ധിസ്റ്റ്, നോൺ ബുദ്ധിസ്റ്റ് കേവ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുക. അജന്ത കേവ്സിന് സിമിലർ ആയിട്ടുള്ള ഒരു കേവ്സ് ആണ്. ഓക്കെ, ഗുപ്ത കേവ് പെയിന്റിങ്ങിന്റെ ഒക്കെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഏത്, ബാഗ് കേവ്സ്. പിന്നെ മറ്റൊരു കേവ്സ് ആണ് ജുനഗഡ് കേവ്സ്. അത് ഗുജറാത്തിൽ നിന്നുള്ള കേവ്സ് ആണ് ജുനഗഡ്. അതുപോലെ തന്നെ ആക്ച്വലി ഒരു കേവ് അല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് സൈറ്റ്സ് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നോക്കി വെക്കുക. ഇവിടുത്തെ ഊപ്പർ കോട്ട് ഇതിന്റെ പ്രത്യേകതയാണ്. ഒരു സിറ്റാഡൽ, ഉയരത്തിലുള്ള ഒരു സിറ്റാഡൽ, ഉയർന്നുള്ള സ്ഥലം കണ്ടോ, അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഊപ്പർ കോട്ട്. ഈ ഊപ്പർ കോട്ട് ജുനഗഡ് കേവ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, മനസ്സിലാക്കി വെക്കുക. മറ്റൊരു കേവ് ആണ് നാസിക് കേവ്സ്. ബുദ്ധിസ്റ്റ് കേവ്സ് ആണ്, പാഞ്ചലേണി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഹീനയാന സെക്ടിന്റെ കീഴിലായിരുന്നു ഈ ഇതുണ്ടായിരുന്നു. ഹീനയാന, മഹായാന, ബുദ്ധന്റെ 2 സെക്ടുകളാണ്, 2 വിഭാഗമാണ് കേട്ടോ. പിന്നെ ഐഡൽസ് ഓഫ് ബുദ്ധംസ് ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. വാട്ടർ മാനേജ്മെന്റിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഈ ഒരു കേവ്സ് കാണാൻ പറ്റും. നാസിക് കേവ്സ്, നാസിക്കിലാണുള്ളത് കേട്ടോ. അതൊക്കെയാണ് ഏതുമായിട്ട്, പോസ്റ്റ് മൗര്യൻ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ഇപ്പൊ പോസ്റ്റ് മൗര്യനാണ് നമ്മൾ പറഞ്ഞത്. പോസ്റ്റ് മൗര്യനിൽ നിങ്ങൾ അറിയേണ്ട കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ആ പറഞ്ഞ ജസ്റ്റ് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കി. നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റും ഡൗട്ട്സും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം കേട്ടോ. നമുക്ക് ഇനി നോക്കാനുള്ളത് ടെമ്പിൾ ആർക്കിടെക്ചർ ആണ്. കേവ്സ് കഴിഞ്ഞു. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം, ടെമ്പിൾ. ഓക്കെ, ശരി. പിന്നെ ഇതൊക്കെ നിങ്ങൾ ഇതിന്റെ കൂടെ ആ മെറ്റീരിയലും വായിക്കണം കേട്ടോ. മെറ്റീരിയലും വായിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്ക്, നിങ്ങൾ ഏത് ബുക്കാണോ ഫോളോ ചെയ്യുന്ന ആ ബുക്കും വായിക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു പോണത്. റിവിഷൻ എന്നുള്ള ഒരു വിധത്തിലാണ് പറയുന്നത് പോണത്. നിങ്ങൾക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, ഇതൊക്കെ നമ്മൾ 1 ദിവസം 2 ദിവസം 3 ദിവസം ഒക്കെ എടുത്ത് പറയുന്നതാണ്. ഇതിനെ കുറച്ച് എക്സ്പ്ലനേഷനിൽ കൂടുതലായിട്ടൊക്കെ കടന്നിട്ട് പ്രധാനപ്പെട്ടാണ് ഇപ്പൊ പറഞ്ഞു പോകുന്നത്. അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷൻ പ്ലസ് PCM പ്രോഗ്രാം ഉണ്ട്. ആ ഫൗണ്ടേഷൻ പ്ലസ് PCMൽ ഓരോന്നും NCERT 6th ക്ലാസ്സിലെ NCERT മുതൽ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അപ്പൊ അത് ചെറിയ പേയ്മെന്റ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, 8590840250 എന്നുള്ള നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ഓക്കെ ആണോ? ശരി. അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത കാര്യങ്ങളിലോട്ട് പോകാം. അതിന് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്പറിലോട്ടോ ബന്ധപ്പെട്ട് ചോദിക്കാം കേട്ടോ. ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ നമ്മളിപ്പോ ഈ ടോപ്പിക്കിൽ ഇപ്പൊ ഏതൊക്കെ പറഞ്ഞു കഴിഞ്ഞു? ഇപ്പം ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഇൻഡസ് വാലി പറഞ്ഞു, ആർട്ട് ഓഫ് മൗര്യൻ പീരീഡ് പറഞ്ഞു, പോസ്റ്റ് മൗര്യൻ പറഞ്ഞു. നമുക്ക് ഇനി നോക്കാനുള്ള ടെമ്പിൾ. ടെമ്പിൾ കുറച്ച് കൂടുതലുള്ളതാണ്. ടെമ്പിൾ ആർക്കിടെക്ചറിലോട്ട് നമുക്ക് പോവാം. ഇമ്പോർട്ടന്റ് ആണ്.
ടെമ്പിളിന്റെ ഡെവലപ്മെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കേണ്ടതാട്ടോ. ഓക്കെ, അപ്പൊ ടെമ്പിൾ ആർക്കിടെക്ചറോട് പോകാം. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ടെമ്പിൾ അല്ലല്ലോ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ടെമ്പിളിലെ ഏർലി ടെമ്പിൾസ് എന്ന് പറയുന്നത് ഗുപ്താസിന്റെ കാലഘട്ടത്തിലൊക്കെയാണ് ടെമ്പിൾസ് വരുന്നത്. ഇപ്പം നമ്മളിപ്പോ പറഞ്ഞ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഏതാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, പാലിയോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക് പീരീഡ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അതൊരു 10,000 BC മുതൽ 5000 BC വരെയൊക്കെ, 10,000 അല്ലെങ്കിൽ അതിന് മുന്നേ തുടങ്ങുന്നുണ്ട്, അത് മനസ്സിലാക്കുക. ഒരു 5000 BC വരെയൊക്കെ അവരാണ്. ഈ 5000 BC കഴിഞ്ഞ് പിന്നെ ആര് വരുന്നത്, നമ്മുടെ ഒരു 2500 BC മുതൽ വരുന്ന ആളാണ് ഏത്, നമ്മുടെ ഹാരപ്പ. ഹാരപ്പ 1500 BC വരെ അവരുണ്ട്. 1700 1500 വരെയൊക്കെ അവർ കാണാൻ പറ്റും. ഈ ഹാരപ്പ 2500 മുതൽ 1500 വരെ ഹാരപ്പ സങ്കല്പിക്കാം. അങ്ങോട്ട് വേണം. പിന്നെ 1500 മുതൽ 600 വരെ വേദിക് കാലഘട്ടമാണ്. അതിൽ ഏർലി വേദിക് ലേറ്റർ വേദിക്കും ഉണ്ട്. 900 വരെ ഏർലി, 900 to 600 വരെ ലേറ്റർ. ഈ വേദിക്കിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ വേദിക് കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന കാസ്റ്റ് സിസ്റ്റം, അങ്ങനെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് ബുദ്ധിസം ചൈനീസും ഒക്കെ 600 കാലഘട്ടത്തിൽ, 600 BC ആണ് ഇതൊക്കെ കേട്ടോ, BC കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ഈ ബുദ്ധിസത്തിന്റെ ആ ഉയർന്നു വരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് മൗര്യൻ കാലഘട്ടം. ഇവിടെ ജനപദാസ് ഉണ്ടാവുകയും ആ ജനപദാസ് വളർന്ന് മഹാജനപദാസ് ആവുകയും അതിൽ വലിയൊരു എംപയർ, ഒരുപാട് എംപയേഴ്സ് ഉണ്ടാകുന്നത്, അതിലൊരു എംപയർ ആണ് മൗര്യൻ എംപയർ. മൗര്യൻ എംപയർ ആണ് ഒരു 300 വരെയൊക്കെ ഉണ്ട്. പിന്നെ മൗര്യൻ തകരുന്നുണ്ട്. മൗര്യൻ തകർന്നതിന് ശേഷം പിന്നെ ഇവിടെ പോസ്റ്റ് മൗര്യൻ പീരീഡ്, പല പല ചെറിയ ചെറിയ കിങ്ഡംസ്. അപ്പൊ വലിയൊരു കിങ്ഡം തകർന്നാലും ചെറിയ ചെറിയ രാജ്യങ്ങളാവും. പിന്നെ ഒരാൾ വലുത് ഉയർന്നു വരും, അതാണ് ഗുപ്ത. ഓക്കെ, പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ശതവാനാസാലും കുഷാനാസാലും അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി വീണ്ടും ഒരുമിച്ച് കൂടിയിട്ട് ഒരു 100 BC വരുന്ന ടീമാണ് ഏത്, നമ്മുടെ ഗുപ്ത. അപ്പൊ ഈ ഗുപ്ത കാലഘട്ടത്തിലാണ് ഏതുണ്ടാവുന്നത്, ഞാൻ ഗുപ്ത പറഞ്ഞു തരാൻ കാരണം ഗുപ്ത കാലഘട്ടത്തിലാണ് ഇവിടെ ആരുണ്ടാവുന്നത്, ടെമ്പിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടക്കം കേട്ടോ. അപ്പൊ 5 സ്റ്റേജസ് ആയിട്ടാണ് ടെമ്പിൾ ആർക്കിടെക്ചർ വളർന്നു വരുന്നത് കാണാൻ പറ്റുക. 5 സ്റ്റേജസ് നമുക്ക് നോക്കാം. ചെറിയ ചെറിയ ഇങ്ങനെ ഇന്ന് കാണുന്ന രൂപത്തിലോട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാറി മാറി വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്, സ്ക്വയർ ഷേപ്പ് ആയിരുന്നു. ഒരു ഇങ്ങനെ ജസ്റ്റ് നിലത്തന്നെ വെറും താഴത്ത് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സാധനം, ഇങ്ങനെ ഒരു റൂഫ്, ഒരു സാധനമാണ് ടെമ്പിൾ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഷാലോ പില്ലേഴ്സ്, എൻഡർ സ്ട്രക്ചേഴ്സ് ഓൺ ദ ലോ പ്ലാറ്റ്ഫോമുമാണ് പ്രത്യേകം. ടെമ്പിൾ 17 at സാഞ്ചിയിലുള്ളതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പം ഇത് അടുത്ത ഘട്ടം, ഇത് ഫസ്റ്റ് ഘട്ടമാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് വരുന്ന ഹയർ ഒന്നുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങനെ ഓരോ ഘട്ടമായിട്ടോ കുറച്ച് ഉയർന്ന പ്ലാറ്റ്ഫോമിൽ, കുറച്ച് ഉയർന്ന സ്ഥലത്ത് ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, കുറച്ച് ഉയർന്ന സ്ഥലത്തുണ്ടോ, മറ്റേ നിലത്തായിരുന്നെങ്കിൽ ഉയർന്ന സ്ഥലത്താണ് 2 സ്റ്റോറീഡ് കവേർഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ, ഒന്നുകൂടെ ഹൈറ്റ് ഒക്കെ കൂടിയിട്ട് വേണമെങ്കിൽ പറയാം, ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. അതിൽ പാർവതി ടെമ്പിൾ മധ്യപ്രദേശിലൊക്കെ നമുക്ക് എക്സാമ്പിളോടെ വരാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് രണ്ടാം സ്റ്റേജ്, അടുത്ത മൂന്നാം സ്റ്റേജ്, ഒന്നുകൂടെ ഉയർന്ന പ്ലാറ്റ്ഫോം ആണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, 2 സ്റ്റോറി ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ മുകളിൽ എന്ത് വരാൻ തുടങ്ങി, ശിക്കാര വരാൻ തുടങ്ങി. ശിക്കാര ഇങ്ങനെ സാധനം ഉണ്ടോ, ശിക്കാര. ദശാവതാര ടെമ്പിള് ദിയോഗറിലൊക്കെ ഉള്ള വരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നാലാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ മെയിൻ സ്ട്രെയിൻ എന്ത് ചെയ്യും, ഒന്നുകൂടെ റെക്ടാങ്കുലർ ആയിട്ട് മാറി മെയിൻ ഇത്. പിന്നെ അഞ്ചാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ സർക്കുലർ ടെമ്പിൾസ് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കിക്കുക. മണിയൂർ മാച്ചൊക്കെ ഉള്ളത് നമുക്ക് എക്സാം ആയിട്ട് ഇങ്ങനെ 5 സ്റ്റേജസ് ആയിട്ടാണ് തുടക്കത്തിൽ ടെമ്പിളിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്, ഡെവലപ്മെന്റിന്റെ പിക്ചർ ഇല്ല, അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇതിലുണ്ട് കേട്ടോ. ഏതില്, നിതിൻ സിംഗാനിയയിലുണ്ട്, അത് നോക്കി വെക്കണേ. നിതിൻ സിംഗാനിയയിൽ നോക്കിയാൽ ഞങ്ങൾ അതിന്റെ ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചില സമയത്ത് എന്ത് ചെയ്യാം, ആ പിക്ചറൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പോസ്റ്റ് മൗര്യന്, ഗുപ്ത, ഗുപ്തയിലുള്ള ഇതാണ് നമ്മൾ ആർക്കിടെക്ചറിനെ പറഞ്ഞ പേരാണ് ടെമ്പിൾ ആർക്കിടെക്ചർ കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാന്നുള്ളൂ. കേവ്സ് കഴിഞ്ഞിട്ട് ടെമ്പിളിലോട്ട് വരുമ്പോൾ
ഇതാണ് 5 സ്റ്റേജ് ആയിട്ട്. ഈ പറഞ്ഞ സെയിം സാധനം തന്നെ നമ്മൾ നോട്ടാക്കി ഉണ്ടാക്കുന്നത് കേട്ടോ. പില്ലാർച്ച കണ്ട ഈ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടോ, വെറും ഒരു താഴ്ന്ന പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ. രണ്ടാമത്തേലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ കണ്ടോ കുറച്ച് ഉയരം കൂടി ചെറിയൊരു ശിക്കാര മുകളിൽ വന്ന്, അതാണ് പ്രത്യേകത. ഈ മുകളിൽ ഇങ്ങനെ ശിക്കാര ഉണ്ടാവുന്നുണ്ട്, ഒക്കെ അതിന്റെ പ്രത്യേകതയാണ്. പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ സർക്കുലർ ആയിട്ടുള്ള ടെമ്പിൾ. ഓക്കെ, അങ്ങനെ പല ടെമ്പിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഡിഫറൻസുകൾ മനസ്സിലാക്കി വെക്കണേ, അതിന് ഇത് നോക്കുന്നതാണ്. ഇപ്പൊ ഈ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. ഈ പിക്ചറൊക്കെ സൈഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പരീക്ഷയ്ക്ക് മെയിൻസ് ഒക്കെ ചോദിക്കുമ്പോൾ റെപ്രസെന്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നാവും കേട്ടോ, മനസ്സിലാക്കി വെക്കാം. അടുത്ത ഈ ഒരു ഹിന്ദു ടെമ്പിൾസിന് ചില ബേസിക് ഫോംസ് നമുക്ക് കാണാൻ പറ്റുന്നത്, സാങ്ക്ടം കാണാൻ പറ്റും, ഗർഭഗൃഹ അല്ലെ. അതപ്പോ ഒരു ടെമ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ടെമ്പിളൊക്കെ അങ്ങനെ ഒരുപാട് ഇതുണ്ടാവും, മെയിൻ ഇതുണ്ടാവും, ചെറുതുണ്ടാവും, അങ്ങനെ ഒരുപാട്. അതിൽ മെയിൻ ഇത് വലിയ ഇതുണ്ടാവും ശിക്കാര, അതിന് നേരെ 90 ഡിഗ്രി ഇതിലായിരിക്കും എന്തുണ്ടാവുക, ഗർഭഗൃഹം ഇവിടെ ഉണ്ടാവുക. മെയിൻ എന്താണ് പ്രതിഷ്ഠ, അത് നിൽക്കുന്ന അവിടെ ആയിരിക്കും മെയിൻ പ്രതിഷ്ഠ. അങ്ങനെ ഗർഭഗൃഹം എന്ന് പറയുന്നത്. പിന്നെ മണ്ഡപ, ഈ ചെറിയ ചെറിയ ഇങ്ങനെ കാണുന്നൊക്കെ എന്താണ്, ഇതൊക്കെ മണ്ഡപമായിരിക്കും. ഒരുപാട് മണ്ഡപാസ് ഉണ്ടാവും. അത് അർത്ഥ മണ്ഡപിയും വലിയ പല മണ്ഡപയൊക്കെ അതിലുണ്ടാവും കേട്ടോ. പിന്നെ ശിക്കാര, ഈ ഉയർന്നു നിൽക്കുന്ന സാധനത്തിന് പറയുന്ന പേര് ശിക്കാര. നോർത്ത് ഇന്ത്യയിൽ പറയും, വിമാന സൗത്ത് ഇന്ത്യയിൽ പറയും. ചെറിയ ഡിഫറൻസ് ഉണ്ട്, നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഒന്ന് സർക്കുലർ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനത്തെ കാണാൻ പറ്റും സർക്കുലർ ആയിട്ട്. മറ്റേ ഇങ്ങനെ ഈ രീതിയിൽ റെക്ടാങ്കുലർ ഷേപ്പിൽ പോകണത് കാണാൻ പറ്റും. പിന്നെ വാഹന കാണാൻ പറ്റും, അത് ചിലപ്പം ടെമ്പിളിന്റെ മുന്നിൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ടെമ്പിൾ ആർക്കിടെക്ചറിനെ പ്രധാനമായിട്ടും 3 ആക്കി ഡിവൈഡ് ചെയ്യാം. അതാണ് ഇമ്പോർട്ടന്റ്. നേരത്തെ ഒക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡക്ഷൻ പറഞ്ഞേ ഉള്ളൂ. 3 സ്റ്റൈലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ളത്. ഒന്ന് നഗര സ്റ്റൈല്, മറ്റൊന്ന് ദ്രാവിഡ സ്റ്റൈല്, മൂന്നാമത്തെ വേഴ്സാര സ്റ്റൈല്. ഓക്കെ, നഗര സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോർത്ത് ഇന്ത്യയിലുള്ള സ്റ്റൈലാണ് മെയിൻ ആയിട്ട്. ദ്രാവിഡ സൗത്ത് ഇന്ത്യയിലാണ്. ഓക്കെ, വേഴ്സാര എന്ന് പറയുന്നത് ഈ നഗരന്റെയും ദ്രാവിഡൻ രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു സ്റ്റൈൽ വരുന്നുണ്ട്. അതിന്റെ പറയുന്ന പേരാണ് വേഴ്സാര സ്റ്റൈൽ. നഗരയിലും ദ്രാവിഡയിലും ഒക്കെ നമുക്ക് ഒരുപാട് സ്കൂൾസ് പഠിക്കാണ്. അതിന്റെ സബായിട്ട് വരുന്നത്, നഗരയിൽ വരുന്ന സബായിട്ട് വരുന്ന സ്കൂൾസ് ആണ് കലിംഗ സ്കൂള്, ഖജുരാഹോ സ്കൂള്, സോളങ്കി സ്കൂളൊക്കെ. ദ്രാവിഡയിൽ വരുന്ന സൗത്ത് ഇന്ത്യയിൽ വരുന്ന സ്കൂളുകൾ കേട്ടോ. പിന്നെ അതെന്ന് പറഞ്ഞാൽ ചോള പിന്നെ സ്കൂൾസ് ആണ് മെയിൻ ആയിട്ട് ദ്രാവിഡയിൽ വരുന്നത്, ചോള ടെമ്പിൾ ആർക്കിടെക്ചർ. വേഴ്സാരയിൽ എന്ന് പറയുന്ന രണ്ടിനും മിക്സ് ആയിട്ട് വരുന്നതാണ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട 2 സ്റ്റൈലാണ്, ഹൊയ്സാല സ്റ്റൈലും വിജയനഗര സ്കൂളും. ആ 2 സ്കൂളാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ് കാര്യങ്ങൾ. ഓക്കെ, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഓരോന്നിനും എങ്ങനെയാന്നുള്ളതാണ്. ഇത് നഗര സ്റ്റൈൽ എന്ന് പറയുമ്പം മെയിൻ ആയിട്ട് നോർത്ത് ഇന്ത്യയിലാണ്. ദ്രാവിഡ സ്റ്റൈൽ മെയിൻ ആയിട്ട് സൗത്ത് ഇന്ത്യയിലാണ്. വേഴ്സാര സെൻട്രൽ ഇന്ത്യയിലും അവിടെ ഇവിടെയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത്. ആ സ്ഥലം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇത് നഗര സ്റ്റൈൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിലായിരിക്കും പൊതുവെ ഉണ്ടാക്കുന്നുണ്ടാവുക, ഓൺ എ സ്റ്റോൺ പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പൊ അതിലേക്ക് ഇങ്ങനെ ഉയർന്ന് സ്റ്റെപ്പ് ആയിട്ട് പോയിട്ട് നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും എപ്പോഴും ഉണ്ടാകാം. ദ്രാവിഡയിൽ എന്ന് പറയുന്നത് അങ്ങനെ ഹൈ പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. വേഴ്സാരയിൽ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. പിന്നെ ബൗണ്ടറി വാൾ, ഇപ്പൊ നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ടെമ്പിളിലൊക്കെ ബൗണ്ടറി വാൾ ഉണ്ടാവാറില്ലേ, കാണില്ലേ. അപ്പൊ ഇവിടെ ബൗണ്ടറി വാൾ ഇല്ല, ഇവിടെ ബൗണ്ടറി വാൾ ഉണ്ട്, എലാബറേറ്റ് ആയിട്ടുള്ള ബൗണ്ടറി വാൾ ഉണ്ട്. ഇവിടെ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ ശിക്കാര എന്ന് പറയുന്നത് 3 ടൈപ്പിലാണ്, ലാറ്റിന, ഫംസാന, രേഖ, ദ്യൂൾ എന്നുള്ള രീതിയിൽ 3 രീതിയിലാണ് ശിക്കാര ഉള്ളത്. ഓക്കെ, നമുക്ക് അതിന്റെ 3ന്റെ അടിയിൽ പറയുന്നുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഒരു പിരമിഡിക്കൽ ഷേപ്പിലാണ്, വിമാന എന്ന് പറയും. ഓക്കെ, ഇവിടെ ശിക്കാര രണ്ടും ഉണ്ടോ, നഗരന്റെയും ദ്രാവിഡന്റെയും മിക്സർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ പില്ലാർ ഉണ്ടോ, പില്ലാർസ് ഇല്ല. സൗത്ത് ഇന്ത്യൻ ഇതിൽ അല്ലെങ്കിൽ ദ്രാവിഡ സ്റ്റൈലിൽ പില്ലാർസ് ഒരുപാട് ഉണ്ടാവും. ഇതിലും പില്ലാർ പ്രസന്റ് ആണ് വേഴ്സാരയില്. ഇവിടെ ഗോപുരം എന്ന് പറയുമ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ടെമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നതിന്റെ മുന്നേ വലിയൊരു എൻട്രൻസ് ഗേറ്റ് ഉണ്ടാവും. നിങ്ങളിപ്പം പത്മനാഭസ്വാമി ടെമ്പിളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് എൻട്രൻസ് കുറെ ഇപ്പുറത്ത് കാണും. അതിനെ നമ്മൾ എന്ത് പറയാ, ഗോപുരം എന്ന് പറയാം. ഗോപുരം അവിടെ, അത് ഇവിടെ ആബ്സെന്റ് ആണ്. നഗരയിൽ ഇവിടെ പ്രസന്റ് ആണ്, മറ്റേല് നോട്ട് പ്രസന്റ് ഇൻ ഓൾ കേട്ടോ. ഇവിടെ വാട്ടർ ടാങ്ക് ഉണ്ടോ, ഇല്ല. നോർത്തിൽ ഇല്ല. സൗത്തിൽ നമ്മളിപ്പോ ഒരു അമ്പലക്കുളം കാണാറില്ലേ, അത് ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ നമ്മൾ എൻട്രൻസിൽ ഗാർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ആളുകൾ, അവിടെ ഗംഗ യമുന സ്കൾപ്ചർ ഉണ്ടാവുക. എവിടെ, നഗരയില്. ദ്രാവിഡയിലാണെങ്കിൽ ദ്വരപാലാസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അമാലകാസ് പ്രസന്റ് ആണ്, ഇവിടെ ആബ്സെന്റ്. അമാലക എന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള വട്ട സാധനം ഉണ്ടല്ലോ, ആ സാധനം ഇതിലുണ്ടാവും.
നഗരയിൽ ഉണ്ടാവും, ദ്രാവിഡയിൽ അത് ആബ്സെന്റ് ആണ്. ഇവിടെ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, ആ ഡിഫറൻസ് മൂന്നൊന്ന് മനസ്സിലാക്കി നോക്കെ. ഇതാണ് സംഗതി. നഗര സ്റ്റൈൽ ഇങ്ങനെയാണ്, ദ്രാവിഡ സ്റ്റൈൽ, ബേസാര സ്റ്റൈൽ. പിന്നെ ചില പിക്ചേഴ്സ് ഉണ്ടാവും, നല്ല പിക്ചേഴ്സ് അടിയിലുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻ നഗര സ്റ്റൈലാണിത്. നഗര ഇതിലിങ്ങനെ ഒരു കേർവ്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു ടൈപ്പാണ്. അതിനെ നമ്മൾ എന്താ പറയാ, ശിക്കാര എന്ന് പറയാം. കറക്റ്റ് ട്രയാങ്കുലർ ആണോ? അല്ല. എന്നിട്ട് ഇവിടെ ഉള്ള ഇതാണ് അമാലകാസ് എന്ന് പറയുന്നത്, അത് ഉണ്ടാവും. ദ്രാവിഡ സ്റ്റൈലിലാവുമ്പോൾ ഒന്നുപാട് എന്താണ്, ഇങ്ങനത്തെ ടൈപ്പാണ്, റെക്ടാങ്കുലർ, ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ഉള്ളത്. ഓക്കെ, മറ്റേ രണ്ട് സ്റ്റൈലും ഉണ്ടാവും കേട്ടോ ബേസാരയിൽ, ഹൈബ്രിഡ് ആണ്. ഈ മെയിൻസ് ഇതാണ് നമ്മൾ ഗോപുരം എന്ന് പറയുന്നത്, സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. ഫസ്റ്റ് എൻട്രൻസ് ഉണ്ടാവില്ല, അതാണ് ഗോപുരം. ഇതാണ് മണ്ഡപമൊക്കെ ഉണ്ടാവും കേട്ടോ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ദ്രാവിഡ സ്റ്റൈലിൽ. ഇതാണ് ശിക്കാര, മനസ്സിലാക്കി വെക്കുക. വിമാന, ശിക്കാര എന്നൊക്കെ പറയുന്നത്. ഗർഭഗൃഹം ഉണ്ടാവും. ഇത് പിക്ചർ വരക്കാൻ പഠിക്കണേ, മെയിൻസിന് വേണ്ടിയാണ്, വരക്കാൻ പഠിക്കണം, പ്രിലിംസിൽ പ്രശ്നമില്ല. ഇതാണ് നഗര സ്റ്റൈൽ കേട്ടോ. സ്റ്റെപ്പ് ആയിട്ട് കണ്ടോ, കുറച്ച് ഉയർന്ന പ്ലാറ്റ്ഫോമിലാണ് ഇത് ഉണ്ടാവുക. സ്റ്റെപ്പ് കയറി പോകണം. സൗത്ത് ഇന്ത്യയിൽ ചിലത് ഇപ്പൊ നമ്മള് പത്മനാഭസ്വാമി ക്ഷേത്രം കറക്റ്റ് ദ്രാവിഡ സ്റ്റൈൽ അല്ല കേട്ടോ, അതുകൊണ്ടാണ് അത് അതിലും കുറച്ച് ഉയർന്ന പ്ലാറ്റ്ഫോമിലൊക്കെയാണ് കാണുന്നത്. രണ്ടിന്റെയും മിക്സ് അതിലുണ്ട്. ഇനി അതിൽ ചില സബ് സ്കൂൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഫീച്ചേഴ്സ് നോക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ സബ് സ്കൂൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഇപ്പൊ നഗരയിൽ തന്നെ നമുക്ക് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഒന്ന് കലിംഗ, 2 ഖജുരാഹോ, 3 സോളങ്കി. ആ 3 ടൈപ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതിൽ വരുന്നതാണ്, ഫസ്റ്റ് വരുന്നതാണ് ഏത്, കലിംഗ സ്കൂൾ. കലിംഗ എന്ന് പറയുമ്പോൾ അറിയാലോ, ഒഡീഷ കലിംഗ യുദ്ധമൊക്കെ അറിയുന്നതല്ലേ, കലിംഗ വാർ. ഒഡീഷ സ്റ്റൈൽ എന്ന് അതിനെ പറയാറുണ്ട്. നഗര സ്റ്റൈലിന്റെ കീഴിലാണ് പ്രധാനമായിട്ട് വരുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി ടെമ്പിൾ എന്ന് പറയുന്നത് 2 പാർട്ടാണ്. ഒന്ന് ടവർ, മറ്റൊന്ന് ഹോൾ. ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് ഉണ്ടാവും. അതിന് ടവറിന് അറിയപ്പെടുന്നത് ദ്യൂൾ എന്നാണെങ്കിൽ നമ്മൾ ഈ ഹോളിന് അറിയപ്പെടുന്നത് ജഗ്മോഹൻ എന്നാണ്. അപ്പൊ ജഗ്മോഹനും ദ്യൂളൊക്കെ ഉള്ളത് എന്തുമായി ബന്ധപ്പെട്ടാന്ന് മനസ്സിലാക്കി വെക്കുക. കലിംഗ സ്റ്റൈല് അല്ലെങ്കിൽ നഗരന്റെ കീഴിൽ വരുന്ന കലിംഗ സ്റ്റൈലാണ്. ഇതാണ് ജഗ്മോഹനും ദ്യൂളൊക്കെ കേട്ടോ. ഒരു എക്സാമ്പിൾ ആയിട്ട് വരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹോസ് ഷൂ ഷേപ്പ്ഡ് ആയിട്ടുള്ളതാണ് കാണാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റീരിയർ വാളൊക്കെ ഭയങ്കര ഡെക്കറേഷൻ കാണാൻ പറ്റും. ഇന്റീരിയർ വാള് ഡെക്കറേഷൻ ഇല്ല, പ്ലെയിൻ ആയിരിക്കും. പില്ലാർ ഇല്ല. ബൗണ്ടറി വാള് പ്രസന്റ് ആണ്. ഇതിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കണേ. ഏത് കലിംഗ സ്റ്റൈലിൽ വരുന്നതിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കാം. കൊണാർക്ക് സൺ ടെമ്പിള്, ജഗന്നാഥ് ടെമ്പിള്, ലിംഗരാജ ടെമ്പിള്, ഭുവനേശ്വർ. ഇതൊക്കെ നമുക്ക് ഏത് സ്റ്റൈലിൽ വരുന്നതാണ്, കലിംഗ സ്റ്റൈലിൽ അല്ലെങ്കിൽ നഗര സ്റ്റൈലിൽ വരുന്നതാണ്. ഈ സൺ ടെമ്പിൾ, ഇന്ത്യയിലുള്ള സൺ ടെമ്പിൾ മൊത്തത്തിലൊന്ന് നോക്കണേ. എല്ലാ സൺ ടെമ്പിളും നോക്കി വെക്കണം. ഒരുപാട് സ്ഥലത്ത് സൺ ടെമ്പിൾ ഇന്ത്യയിലുണ്ട്. അഥവാ എന്താ പറയാ, സൂര്യനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അടുത്താണ് ഖജുരാഹോ സ്കൂൾ. രണ്ടാമത്തെ സ്കൂളാണ് ഖജുരാഹോ. ഒന്നാമത്തത് ഞാൻ പറഞ്ഞ സ്കൂള് കലിംഗ, രണ്ടാമത് ഖജുരാഹോ ആണ്. ചന്ദേല സ്റ്റൈൽ എന്ന് പറയാറുണ്ട്. ചന്ദേല റൂളേഴ്സ് ആണ് ഇതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ചന്ദേല സ്കൂൾ എന്ന് പറയുന്നത് സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. ചന്ദേല റൂളേഴ്സിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയറും ഡെക്കറേഷൻ ആണ്. മറ്റേത് എക്സ്റ്റീരിയർ ഡെക്കറേഷൻ, ഇന്റീരിയർ ഡെക്കറേഷൻ ഇല്ല. ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇതിലുള്ളത്. നഗരയിൽ തന്നെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്കൂളായിട്ട് മാറുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സാൻഡ്സ്റ്റോൺ ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. 3 ചേമ്പേഴ്സ് ഉണ്ട്, ഗർഭഗൃഹ, മണ്ഡപ, അർദ്ധമണ്ഡപ. അങ്ങനെ 3 മണ്ഡപമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നോർത്ത് ഈസ്റ്റ് ഫേസിംഗ് ആണ്. പഞ്ചായത്തൻ സ്റ്റൈലിലാണ്. പഞ്ചായത്തൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരാള് സെന്ററിൽ ഉണ്ടാവും, മെയിൻ ഇത്, പിന്നെ 4 ഇതിലും എന്തുണ്ടാവും, പ്രതിഷ്ഠ ഉണ്ടാവും. അങ്ങനെ സബ്സിഡറി ഷ്രൈൻസ് 4 മൂലക്കലുണ്ടാവുന്ന രീതിയിലാണ് പഞ്ചായത്തൻ സ്റ്റൈൽ. ഹൈ പ്ലാറ്റ്ഫോമിലാണ് ഇതുള്ളത്. അതിൽ വരുന്ന 2 എക്സാമ്പിൾസ് ആണ് കാന്തരീയ മഹദിയോ ടെമ്പിള്, ലക്ഷ്മണ ടെമ്പിൾ. ഈ 2 എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഇതാണ് മണ്ഡപ, അർദ്ധമണ്ഡപ ഒക്കെ വരുന്നത് കേട്ടോ. മണ്ഡപ, ഇതാണ് അർദ്ധമണ്ഡപ. നോക്കി വെക്കാം. അടുത്ത സ്കൂളാണ് സോളങ്കി സ്കൂൾ. സോളങ്കി എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേണിലാണ്, ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ സോളങ്കി. അവിടെ കാർവിങ്സ് ഒന്നും ഇല്ലാത്താണ്. ഗർഭഗൃഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റേണലി എക്സ്റ്റേണലി മണ്ഡപമായിട്ട് കണക്ഷൻ ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. ഇന്റേണലി എക്സ്റ്റേണൽ ആയിട്ട് മണ്ഡപമായിട്ട് കണക്ട് ചെയ്യും. ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഗേറ്റ് വേസ് എന്നതിന് പറഞ്ഞ പേരാണ് തോരണ എന്ന് പറയും. സ്റ്റെപ്പ് ടാങ്ക് ഉണ്ടാവും, അതാണ് ഏറ്റവും പ്രത്യേകത. സൂര്യകുണ്ട് എന്നാണ് പറയാം. സ്റ്റെപ്പ് ടാങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് ടാങ്കിൽ തന്നെ സ്മോൾ ഷ്രൈൻസ് മെയ്ഡ് ഓഫ് വുഡ്, സാൻഡ് സ്റ്റോണും
ഫ്ലാക്സ് ബസാൾട്ടും സോഫ്റ്റ് മാർബിളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. അതിൽ വരുന്ന എക്സാമ്പിൾ ആണ് മൊദേര ടെമ്പിളും. ഇത് സൺ ടെമ്പിൾ ആണ്, രണ്ടാമത്തെ സൺ ടെമ്പിൾ. സൺ ടെമ്പിൾ ഒക്കെ നോക്കി വെക്കണേ. മൊദേര, മറ്റേ കൊണാർക്ക് സൺ ടെമ്പിൾ പറഞ്ഞു. ദിൽവാര ടെമ്പിൾ, ഇതാണ് എക്സാമ്പിൾ ഉണ്ടോ, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട്. ഇതാണ് സൂര്യകുണ്ട് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും, അതിന്റെ പ്രത്യേകതയാണ്. അതൊക്കെയാണ് ഏതിൽ വരുന്നത്. ഇപ്പൊ 3 സ്റ്റൈൽ നമ്മൾ 3 സ്കൂളാണ് നോക്കിയത്. ഏതൊക്കെയാണ്? ഒന്ന് സോളങ്കി സ്കൂള്, അതുപോലെ തന്നെ ഖജുരാഹോ സ്കൂള്, കലിംഗ സ്കൂള്. ഇത് 3 സ്കൂൾ ഏതിൽ വരുന്നതാണ്? നമ്മുടെ നഗര സ്റ്റൈലിൽ വരുന്ന സ്കൂളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നഗര വരുന്ന 3 സ്റ്റൈലാണ് പറഞ്ഞത്. ഇനി വേഴ്സാരയില്, ദ്രാവിഡയിൽ എന്ന് പറയുന്നത് പിന്നെ മെയിൻ ആയിട്ട് ഒരു ചോള സ്റ്റൈലേ ഉള്ളൂ കേട്ടോ. വേഴ്സാര 2 എക്സാമ്പിൾ ഉണ്ട്. ഹൊയ്സാല സ്കൂളുണ്ട്, വിജയനഗര സ്കൂളുണ്ട്. അതാണ് അടുത്ത് നോക്കാനുള്ളത്. ഏത് സ്റ്റൈല്? വേഴ്സാര സ്റ്റൈലിൽ വരുന്ന സ്കൂൾസ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ വിജയനഗര സ്റ്റൈൽ ഇമ്പോർട്ടന്റ് ആണ്. വിജയനഗര റൂളേഴ്സിന്റെ സ്ഥലത്ത് ഉണ്ടായതാണ്. അതിൽ വരുന്ന ഒന്നതാണ് വിജയനഗര. അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന മനസ്സിലായി വേഴ്സാറിന്റെ കീഴിലാണ്. പ്രൊവിഡ സ്റ്റൈൽ എന്ന് ഇതിനെ പറയാറുണ്ട്. ഇസ്ലാമിക് സ്റ്റൈലിന്റെ ഇൻഫ്ലുവൻസ് കാണപ്പെടുന്ന ഒരു സ്റ്റൈലാണിത്. ഹൈലി ഡെക്കറേറ്റീവ് ആണ്. ജോമെട്രിക്കൽ പാറ്റേൺ ഒക്കെ അതിൽ കാണാൻ പറ്റും. ജോമെട്രിക്കൽ പാറ്റേൺ ഒക്കെ ഇസ്ലാമിക് സ്റ്റൈലിന്റെ ഇൻഫ്ലുവൻസ് ആണ്. ഇതിൽ ഹാർഡ് സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത്. മറ്റേ സോഫ്റ്റ് സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ ഹാർഡ് സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത്. ഗോപുരം കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഗോപുരമാണ് രായഗോപുരം. ഇമ്പോർട്ടന്റ് ഗോപുരം രായഗോപുരം എന്ന് പറയും. മോണോലിത്തിക് ഡോഗ് പില്ലാർസ് കാണാൻ പറ്റും. ഓർണമെന്റേഷൻ ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ കല്യാണ മണ്ഡപ, അമ്മൻ ശ്രൈനി, രായഗോപുരം, ഇതൊക്കെ അതിന്റെ മാത്രം യുണീക്ക് ഫീച്ചേഴ്സ് ആയിട്ട് കാണാൻ പറ്റും. യുണീക്ക് ആയിട്ടാണ് കാണപ്പെടുന്ന. സ്പൗസ് ഓഫ് ചീഫ് ഡയറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അമ്മൻ ശ്രൈനിൽ ഉണ്ടാവും. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. കല്യാണ മണ്ഡപം ഉണ്ട്, യൂണിയൻ ഓഫ് ഗോഡ് ആയിട്ട് കാണപ്പെടുന്നതാണ്. പിന്നെ മോണോലിത്തിക് ഫിഗേഴ്സ്, നന്ദിയുടെ മോണോലിത്തിക് ഫിഗർ കാണാൻ പറ്റും. ലാർജ് എൻക്ലോസിംഗ് വാൾസ് ഉണ്ട്. സെക്യുലർ ബിൽഡിങ്സ് ഇവിടെ ഒരുപാടുണ്ട്. ഓക്കെ, തൗസൻഡ്സ് പില്ലാർ മണ്ഡപ, ലബാക്ഷി ടെമ്പിൾ, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. വിജയനഗര സ്റ്റൈലിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. ഈ മറ്റേ വിജയനഗരന്റെ യുണീക്ക് സ്റ്റൈൽ, യുണീക്ക് ഫീച്ചേഴ്സ് നോക്കി വെക്കണേ. ഈ യുണീക്ക് ഫീച്ചേഴ്സ് തന്നിട്ട് ഇത് ഏത് സ്റ്റൈലുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. വിറ്റാല ടെമ്പിൾ കർണാടക, ഹസാര രാമ ടെമ്പിൾ, വിരൂപാക്ഷ ടെമ്പിൾ, ലോട്ടസ് മഹൽ അമ്പിയിലുള്ള, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? വിജയനഗര സ്റ്റൈലിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. ഇതൊക്കെയാണ്. ഇതാണ് ചില വാഹനാസ കാണപ്പെടുന്നത് കേട്ടോ. പിന്നെ മറ്റൊരു അതിൽ വരുന്ന സ്കൂളാണ് ഹൊയ്സാല സ്കൂൾ. ഹൊയ്സാല എന്ന് പറഞ്ഞാൽ ഹൊയ്സാല റൂളേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഇതാണ്. 11th 14th സെഞ്ചുറിയിൽ ആണ് ഇത് ഉണ്ടാവുന്നത്. സദൻ കർണാടകയിലാണ് കാണപ്പെടുന്നത്. ബസാര എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് സ്റ്റൈപ്പ് ഇതിനെ പറയുന്ന പേരാണ്. നഗരയും ദ്രാവിഡ്യം കൂടി മിക്സ് ആണ്. മൾട്ടിപ്പിൾ സ്ട്രെയിൻ ഉണ്ട്. സെൻട്രൽ പില്ലാൾ ഹാള്, സ്റ്റെല്ലേറ്റ് പ്ലാൻ ആണ്. സ്റ്റെല്ലേറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറിന്റെ പ്ലാൻ ആണ് സ്റ്റെല്ലേറ്റ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. പിന്നെ സോഫ്റ്റ് സ്റ്റോൺ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് സ്റ്റോൺ കാർവിങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. ഇന്റർഗ്രേറ്റഡ് കാർവിങ്സ് ഉണ്ട്. ഷിഗാരാസ്, എല്ലാ ചേമ്പേഴ്സിലും ഷിഗാരാസ് ഉണ്ട്. വിമാനാസ് ഇല്ല, അതാണ് എന്റെ പ്രത്യേകത. ഗർഭഗൃഹയിൽ വിമാനം ഇല്ലാത്തൊരു സ്റ്റൈലാണ്. ഹൈ ജഗതി ഭയങ്കര ഹൈ ഹൈറ്റിലാണ്. വാൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സിക്സാക് ഒരു ഇങ്ങനെ ഒരു ഇതിൽ കാണാൻ പറ്റും. ഒരു ഇത് ജാളി വർക്ക് നന്നായിട്ടുണ്ട്. എക്സാമ്പിൾസ് ആണ് ഹൊയ്സാലേശ്വര ടെമ്പിൾ കർണാടക, ചിന്നകേശവ ടെമ്പിൾ കർണാടക, കേശവ ടെമ്പിൾ കർണാടക. ഇതൊക്കെ എന്താണ്? ഹൊയ്സാല സ്റ്റൈലിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അതാണ് അതിൽ അറിയേണ്ടത്. ടെമ്പിളിൽ മറ്റൊരു സ്റ്റൈല്. ഓക്കെ ആണോ? അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു സ്റ്റൈലാണ് പല്ലവ. സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ദ്രാവിഡ സ്റ്റൈലിന്റെ ഡെവലപ്മെന്റ് ആണ് ഇത് പറയുന്നത്. പല്ലവയിലും പിന്നെ ചോളയിലെത്തുമ്പോൾ അത് ഏറ്റവും അതിന്റെ പീക്കിലെത്തുന്ന ഒരു സ്റ്റൈലാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ശരി. എനിക്ക് തോന്നുന്നത് നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നന്നാവുക. കാരണം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഇപ്പൊ അത്യാവശ്യം ടോപ്പിക്കുകൾ ഞാൻ കവർ ചെയ്തു. കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു.
അത് നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വായിക്കി പഠിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ പല്ലവ ആർക്കിടെക്ചർ മുതൽ ഡിസ്കസ് ചെയ്യാം. പല്ലവ പിന്നെ ചോള, അങ്ങനെ അങ്ങനെ പോകും കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നന്നായിട്ട് ആ ഒരു ടൈം എടുത്ത് തന്നെ അത് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഈ ആർക്കിടെക്ചറും പെയിന്റിംഗും കഴിഞ്ഞ ആർട്സ് എന്ത് ചെയ്യും, നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ വളരെ ഈസി ആയിട്ട്, ബാക്കിയുള്ളതും കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് ആർക്കിടെക്ചറും പെയിന്റിംഗ് ആണ് കുറച്ച് കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായവും കമന്റ് രേഖപ്പെടുത്തുക. അപ്പോഴല്ലേ നമുക്ക് ഇത് ഓക്കെയാണ്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല നിർദ്ദേശങ്ങളും കമന്റുകളും പ്രോത്സാഹനങ്ങളും കൂടി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും അത് ക്ലാസ് ചെയ്യാനും താല്പര്യം ഉണ്ടാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ബാക്കി ടോപ്പിക്കുകൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ മെന്ററിങ്ങിലോ അതുപോലെ തന്നെ PCM ക്ലാസ്സിലൊക്കെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ടെലിഗ്രാമിലൂടെയാണ് മെറ്റീരിയലും കാര്യങ്ങളും അയക്കുക. അതിൽ ജോയിൻ ചെയ്യാത്ത ഉടനെ അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അറിയിക്കുക. മറ്റുള്ളവരിലോട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും